രാത്രികാലങ്ങളിൽ ഞങ്ങളുടെ സ്പോട്ടുകളിൽ ആൻ പോലീസ് വണ്ടിയിൽ ഡ്യൂട്ടി സമയത്ത് വന്ന് റേറ്റ് ചോദിക്കുക, വഴങ്ങിയില്ലെങ്കിൽ നിങ്ങളെ ഓടിക്കും, നിങ്ങളെ അടിക്കും, കള്ളക്കേസിൽ കൊടുക്കും എന്നെല്ലാം പറഞ്ഞു. എന്തുകൊണ്ട് ഇപ്പോൾ ഇത്രയും വനിതാ പോലീസ് വന്നു? ഇത്തരം മോശം പ്രവണതകൾ അവസാനിപ്പിക്കുക, ട്രാൻസ്ഫോമൻസിന് നീതി നടപ്പാക്കുക. ബഹുമാനപ്പെട്ട മന്ത്രി ഇത് കേൾക്കേണ്ടതാണ്. ജീവിതത്തിൽ താളം തെറ്റിയ ഒരു പറ്റം മനുഷ്യരാണ് ട്രാൻസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്ത് ജീവിക്കാനായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയം അവരെ മാതാപിതാക്കൾ തെരുവിൽ ഉപേക്ഷിക്കുകയാണ്. ആ തെരുവിൽ ഉപേക്ഷിക്കുന്ന സമയം മുതൽ അവരെ പിന്നീട് സംരക്ഷിക്കാനുള്ളത് നിയമപാലകരാണ്. ഈ നിയമപാലകരുടെ മുമ്പിൽ ഒരു പെറ്റീഷനുമായി ചെല്ലുകയോ അല്ലെങ്കിൽ നമ്മുടെ സങ്കടാവസ്ഥയുമായി നമ്മൾ ചെല്ലുകയോ ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ഞങ്ങൾ അനുഭവിക്കുന്ന വിവേചനം കൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് ജീവിക്കാൻ നിവൃത്തിയില്ലാണ്ട് വരികയാണ്. ഒപ്പം തന്നെ വ്യാജ പരാതികൾ, അതായത് വ്യാജ എഫ്ഐആറുകൾ ഇട്ട് സ്ത്രീ സുരക്ഷകൾ, അതായത് BNS ആക്ട് പ്രകാരം 73 മുതൽ 79 വരെ BNS ആക്ട് പ്രകാരം സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്ന ഈ ഒരു കേരളത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റിയിൽ ഞങ്ങൾക്ക് എന്ത് സുരക്ഷയാണ് ഉറപ്പാക്കിയിട്ടുള്ളത്? അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കിയിട്ടുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിൽ ഞങ്ങൾ ചെന്ന് കരഞ്ഞും നിലവിളിച്ചും മാർച്ചുകൾ നടത്തിയും ഞങ്ങൾ അവകാശങ്ങൾ മേടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ കാണണം, അതോടൊപ്പം തന്നെ ഹ്യൂമൻ റൈറ്റ്സ് കാണണം, പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി കാണണം, അതോടൊപ്പം തന്നെ ഇതിന്റെ എല്ലാം ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഭാരവാഹികളും ഇത് കാണുകയും ഞങ്ങൾക്ക് സപ്പോർട്ട് നൽകുകയും ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുക എന്നത് ആവശ്യപ്പെടുകയാണ്. ഈ ഒരു അവസരത്തിൽ ഇന്നലെ SP ഓഫീസിൽ പോകാനുണ്ടായ കാരണം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 7ഓളം കുട്ടികൾക്ക് കൊട്ടാരക്കര സ്റ്റേഷനിൽ നിന്ന് ഒരു കേസുണ്ടായത് അവർ അറിഞ്ഞിട്ടില്ല. ആ കേസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സമൻസ് വരുന്ന സമയത്താണ് അവരറിയുന്നത്. സമൻസ് വരുന്നതും ഞങ്ങൾ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന്റെ അടുത്ത് പോയി ഞങ്ങളുടെ സങ്കടാവസ്ഥ പറയുമ്പോൾ അവിടുന്ന് റൂറൽ പോലീസ്, അതായത് കൊട്ടാരക്കര റൂറൽ പോലീസിനെ വിളിച്ച് അവിടുന്നാണ് ഞങ്ങൾക്ക് പിന്നെ ആ സമൻസ് ഞങ്ങളുടെ കൈവശം വരുന്നത്. കേസ് എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ അവരുടെ ഡ്യൂട്ടിയെ തടസ്സപ്പെടുത്തി എന്നുള്ളൊരു കാര്യമാണ് അവർ ഉന്നയിക്കുന്നത്. അങ്ങനെ തടസ്സപ്പെടുത്താനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ പോലീസ് ജീപ്പിൽ ഒരു വനിതാ പീസ് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. വനിതകൾ സംസാരിക്കേണ്ട സ്ഥലത്ത് വനിതകൾ കൈകാര്യം ചെയ്യേണ്ട കാര്യം ഒരിക്കലും ഒരു മെൻ പോലീസ് വന്ന് ഞങ്ങളെ കൈകാര്യം ചെയ്യാനോ ഉപദ്രവിക്കാനോ പാടില്ല. ഞങ്ങൾക്ക് നേരെ, അതായത് ഞങ്ങൾ വഴങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വഴങ്ങാത്തതിന്റെ പേരിൽ വ്യാജ FIR ഇട്ടതിന്റെ പേരിലാണ് ഞങ്ങൾ ഇപ്പോൾ പ്രതികരിക്കുന്നത്. ഇതാണ് നടന്ന സംഭവം.